നിത്യജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം എങ്ങനെ നടക്കാം? നിത്യജീവിതത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുന്നത് യേശുവിനോടുള്ള ആഴത്തിലുള്ള വ്യക്തിഗത ബന്ധത്തിൽ ജീവിക്കുന്നതായാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം, ഉപദേശങ്ങൾ, മാതൃക എന്നിവ നമ്മുടെ ഓരോ ചിന്ത, തീരുമാനം, പ്രവർത്തനങ്ങളിലും മാർഗദർശനം നൽകണം. ഇത് വെറും ഞായറാഴ്ചയോ പ്രത്യേക പ്രാർത്ഥനയോ മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിൻ്റെ, അനുസരണയുടെ, സ്നേഹത്തിൻ്റെ തുടർച്ചയായ യാത്രയാണ്. അത് നമ്മുടെ സ്വഭാവത്തെയും മുൻഗണനകളെയും രൂപപ്പെടുത്തുന്നു. ക്രിസ്തുവിനൊപ്പം നടക്കുന്നതിൻ്റെ ആദ്യഘട്ടം പ്രാർത്ഥനയുടെയും ബൈബിൾ അധ്യായത്തിൻ്റെയും മുഖാന്തിരം വ്യക്തിഗത ബന്ധം വളർത്തലാണ്. പ്രാർത്ഥന ഹൃദയത്തെ ദൈവത്തോട് ബന്ധിപ്പിക്കുന്നു. ഇത് സംസാരിക്കുകയും കേൾക്കുകയും ചെയ്യുക. പ്രതിദിന ആശയവിനിമയത്തിലൂടെ വിശ്വാസികൾക്ക് നന്ദി അറിയിക്കുകയും മാർഗദർശനം തേടുകയും പാപങ്ങൾ സമ്മതിക്കുകയും മറ്റുള്ളവർക്കായി ഇടപെടുകയും ചെയ്യുന്നു. ബൈബിൾ വായിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടാനും സഹായിക്കുന്നു. പവിത്രമായ വചനങ്ങൾ ഒരു ആത്മീയ താൽപ്പര്യം നൽകുന്നു. ക്രിസ്തുവിനൊപ്പം നടക്കുന്നത് അനുസരണയും വിശ്വാസവുമുള്ള ജീവിതം കൊണ്ടും വ്യക്തമാകുന്നു. യഥാർത്ഥ വിശ്വാസം പ്രവൃത്തികളിൽ കാണപ്പെടുന്നു. യോഹന്നാൻ 14:15 യേശു പറഞ്ഞു, "നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കണം." ഇത് സത്യസന്ധത, ക്ഷമ, കാരുണ്യം, വിനയം എന്നിവയിലൂടെ ബൈബിളിൽ സിദ്ധാന്തങ്ങൾ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അനിശ്ചിതത്വത്തിലും വേദനകളിലും ദൈവത്തിൻ്റെ പദ്ധതികളിൽ വിശ്വാസം വയ്ക്കൽ അതിൻ്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാന ഘട്ടം വിശ്വാസികളുമായി സഹവാസമാണ്. ക്രിസ്തീയ വിശ്വാസം ഒറ്റയ്ക്ക് ജീവിതം നയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരാധന, പഠനം, സേവനം എന്നിവയിലൂടെ കൂടി പങ്കുവെക്കുന്നത് പിന്തുണ, ഉത്തരവാദിത്വം, വളർച്ചയുടെ അവസരങ്ങൾ നൽകുന്നു. സമൂഹത്തിൽ വിശ്വാസികൾ ഭാരം പങ്കിടുകയും അനുഗ്രഹങ്ങൾ ആഘോഷിക്കുകയും പരസ്പരം വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സഭ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ജീവനുള്ള പ്രതിഫലനമായി മാറുന്നു. ക്രിസ്തുവിനൊപ്പം നടക്കുന്നത് മറ്റുള്ളവർക്കായി ത്യാഗപരമായി സേവനം ചെയ്യലും ആവശ്യമാണ്. യേശു സേവന നേതൃത്വത്തിൻ്റെ മാതൃകയായി. ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും വിദൂരർക്കുള്ളവരോടും കൈ ഉയർത്തുകയും ചെയ്തു. സ്നേഹം, ദാനശീലം, കാരുണ്യം എന്നിവയിലൂടെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ പ്രതിഫലിപ്പിക്കുന്നു. അവസാനമായി, ക്രിസ്തുവിനൊപ്പം നടക്കുന്നത് പ്രതിദിന പുതുക്കലും ആവശ്യമാണ്. ജീവിതത്തിലെ വസ്തുതകൾ, ആകാംക്ഷകൾ, പരീക്ഷണങ്ങൾ വിശ്വാസം വല്ലാതാക്കാൻ സാധ്യതയുള്ളതിനാൽ ഹൃദയങ്ങളെ ദൈവത്തോടൊപ്പം വീണ്ടും പൊരുത്തപ്പെടേണ്ടതാണ്. ഇതിന് പാപപരിശുദ്ധി, ആരാധന, നന്ദി, പ്രതിഫലനം എന്നിവ ഉൾപ്പെടാം. വിശ്വാസം വളരുമ്പോൾ വിശ്വാസികൾക്ക് പവിത്രാത്മാവിൻ്റെ മാറ്റശേഷി അനുഭവപ്പെടുന്നു. അവർ യേശുവിലൂടെ പ്രതിരൂപത്തിലേക്ക് കൂടുതൽ രൂപാന്തരപ്പെടുന്നു. സാർവത്രികമായി പറഞ്ഞാൽ, ക്രിസ്തുവിനൊപ്പം ദൈനംദിനം നടക്കുന്നത് സ്നേഹവും വിശ്വാസവും അനുസരണയും നിറഞ്ഞ ഒരു ജീവിത ശൈലിയാണ്. സന്തോഷത്തിലും ദുഃഖത്തിലും യേശുവിൻ്റെ സാന്നിധ്യം ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൽ വിശ്വാസം വയ്ക്കുകയും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.